നമസ്കാരം. എല്ലാ മനഃപ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇവിടെ പറയാൻ പോകുന്നത് 2025 നമുക്ക് വിഷു ഫലമാണ്. അതായത് വിഷു സംക്രമം നമുക്ക് വരുന്നത് മീനശനി ഇടവ വ്യാഴം കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 30, അതായത് 2025 ഏപ്രിൽ 13 ഞായറാഴ്ച രാത്രി 3 മണിക്ക് 21 ചോദ്യ നക്ഷത്രം 1-ാം പാദം തുലാക്കൂറില് കൃഷ്ണപക്ഷ പ്രഥമ തിഥി പന്നിക്കരണം വജ്രനാമോദ്യോഗം എന്നിവയിൽ കൂടിയ ഭൂമി ഭൂതോദയ കൊണ്ടാണ് രവി സംക്രമം, അതായത് മേട രവി സംക്രമം നമുക്ക് വരുന്നത്. അതറിയാം, വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമൃദ്ധിയുടെ ഉത്സവമായിട്ടാണ് പറയുന്നത്. പഴയ കാലത്ത് എന്ന് വെച്ചാൽ വിഷു 2 വിഷു ഉണ്ടായിരുന്നു. ചിങ്ങവിഷു, മേടവിഷു, ഇനി 2 വിഷുക്കളാണ് ആചരിച്ചുകൊണ്ടിരുന്നത്. ചിങ്ങവിഷു നമുക്ക് പിന്നീട് ഓണം എന്ന രീതിയിൽ, മേടവിഷു നമുക്ക് സമൃദ്ധിയുടെ ഉത്സവമായിട്ട് വിഷു കണി കാണലും മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ദേശങ്ങൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളോടെ നടന്നു പോകുന്നുണ്ട്. നമുക്ക് മേടമാസം 1-ാം തീയതി വരുന്നത് 2025 ഏപ്രിൽ 14 ചോദ്യ നക്ഷത്രം തിങ്കളാഴ്ചയാണ്. നമുക്ക് പുലർച്ചെ 3:21 നമുക്ക് അതിൻ്റെ സംക്രമം വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് കണി കാണുന്ന സമയം വരുന്നത് 3:45 AM 6:40 AM മധ്യയാണ് നമുക്ക് കണി കാണുന്നതിന് ഏറ്റവും അനുകൂലമായിട്ട് പറയുന്നത്. നമുക്ക് ചോദ്യ നക്ഷത്രത്തിൽ വരുമ്പോൾ നമുക്കിതിൻ്റെ ഫലങ്ങളെ നമ്മൾ പറയുമ്പോൾ തിരുവാതിര, ചോദിച്ചതയം, അനിയൻ നക്ഷത്രങ്ങളാണ്. ഇവർക്ക് കുറച്ച് കഷ്ടതകൾ ഉണ്ടാവാനുള്ള ചെറിയ സാധ്യത ഉണ്ട്. എങ്കിലും അതിനുള്ള പരിഹാരങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നുണ്ട്. ഞാനടക്കമുള്ള ഏത് ജ്യോത്സ്യനായാലും നമുക്ക് ഫലങ്ങളെ പറയുമ്പോൾ, അതായത് ഒരു മാസം, അതായത് 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസമാണ് ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹമാണ് ആദിത്യൻ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന 2 ഗ്രഹങ്ങളേ ഉള്ളൂ, ആദിത്യനും ചന്ദ്രനും. അപ്പോൾ നമുക്ക് ഈ ആദിത്യൻ നിൽക്കുന്ന രാശി അനുസരിച്ചാണ് നമുക്ക് ആ മലയാള മാസം ഏതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു കർഷക അല്ലെങ്കിൽ നമ്മുടെ കൊയ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ വിളവെടുപ്പ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് വിഷുവിനെ പഴയകാലത്ത് ഞാറ്റുവേല മുതലായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൃഷി ഇറക്കുന്നതിന്, കൊയ്യുന്നതിന്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ കാലത്തിനും ഓരോ ആചാര്യന്മാർ ഓരോരോ രീതി, ഇന്ന കാലത്ത് ഇന്ന കൃഷി ചെയ്യുക, ഇന്ന കാലത്ത് ഇന്ന വിളവെടുപ്പ്, ഇന്ന സമയത്ത് വിളവിടണം എന്നുള്ളതെല്ലാം, അതായത് നമുക്ക് നമ്മുടെ ശാസ്ത്രമായാലും ആധുനിക ശാസ്ത്രമായാലും എല്ലാം ശരിവെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ ഓരോ രാശിയിലേക്ക് ഓരോ ഗ്രഹങ്ങൾ വരുന്നതനുസരിച്ച് ഓരോ ഫലങ്ങളുണ്ട്. ഈ മേട വിഷു ഫലം നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും ആദിത്യനെ കൊണ്ടാണെങ്കിൽ പോലും മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയും അതിനകത്ത് പരിഗണിക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ മേഷ വിഷു അല്ലെങ്കിൽ മേട വിഷുവിൻ്റെ ഫലങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ, മേട സംക്രമ വാരാധിപൻ, അതായത് നമുക്ക് ഉദയശേഷമാണ് നമുക്ക് വിഷു വരുന്നതെങ്കിൽ, അതായത് ഉദയത്തിന് ശേഷമാണ് നമുക്ക് സംക്രമം വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം കണക്കാക്കണം. അപ്പം നമുക്ക് ഉദയത്തിന് മുമ്പ് നമുക്ക് സംക്രമം വരുന്നുണ്ട്. വാരാധിപനെ നമുക്ക് രവി, അതായത് ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് സ്വല്പ അഭിവൃദ്ധി ഫലമായിട്ട് നമുക്ക് പറയാം. സംക്രമം രാത്രിയാകയാൽ നമുക്ക് കുറച്ച് സാമ്പത്തിക ക്ലേശതകൾ എല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അപരരാത്രിയായാൽ നമുക്ക് ഈ നടന്മാർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് കുറച്ച് ക്ലേശതകൾ കൂടിയ ഒരു സമയം പറയാവുന്നതാണ്. സംക്രമം ചോദ്യ നക്ഷത്രത്തിലാകയാൽ നമുക്ക് സുഭിക്ഷമായിട്ട് വരുന്ന അവസ്ഥ, ക്ഷേമം ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. നമുക്ക് ഈ പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങുന്നവർക്കാൽ നമുക്ക് ഉചിതമായിട്ടൊരു വർഷമായിട്ട് പറയാവുന്നതാണ്. സംഗമം പ്രഥമ തിഥിയിലാകയാൽ വർഷക്കുറവ്, അതായത് മഴ കുറയാനുള്ളൊരു സാധ്യത പ്രകൃതിയുടെ അനുസരിച്ച് പറയാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ വ്യാഘ്രകരണത്തിലാകയാൽ ഉചിതമായിട്ടുള്ള വർഷമായിട്ട് നമുക്ക് പറയാം. എങ്കിലും ജീവികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക, വളർത്തുജീവികൾക്കായാലും നമ്മൾ പെറ്റ്സിനായാലും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ പറയാം. നമുക്ക് സമ്പത്യം ഉണ്ടെങ്കിൽ പോലും ചില അവസ്ഥകൾ നമുക്ക് കടം മേടിക്കേണ്ടി വരുന്ന അവസ്ഥകൾ പറയാം. അല്ല, ഹർഷണനാമ നിത്യയോഗത്തിലാകയാൽ നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ ഫീൽഡോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാവുന്നതാണ്. സംക്രമം കുംഭൻ രാശി സമയമാകയാൽ നമുക്ക് കുറച്ച് അലച്ചിലുകൾ നമുക്കുണ്ടാവുമെങ്കിലും നമുക്ക് പൊതുവെ താരതമ്യേന കുഴപ്പമില്ലാത്തൊരു വർഷമായിട്ട് നമുക്ക് പറയാം. സസ്യ അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥകൾ നമുക്ക് കുംഭൻ രാശി വെച്ച് പറയാവുന്നതാണ്. സംക്രമം തുലാക്കൂറിലാകയാൽ
തുലാം രാശി എന്താണ്? നമുക്ക് തുലാസാണ്, അതായത് കച്ചവടമാണ്. അപ്പം അങ്ങനെ വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. സംക്രമ സമയം രാഹു മീനൻ രാശിയിൽ, അതായത് കുംഭൻ രാശിക്ക് 2-ാമിടത്ത് നിൽക്കുന്ന അവസ്ഥയിൽ സർവ സസ്യാദി സമൃദ്ധി, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നമുക്ക് പറയാം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പിന്നീട് അതിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ പറയാവുന്നതാണ്. സംക്രമ സമയം വ്യാഴം ഇടവൻ രാശി നിൽക്കിയാൽ ശിശുക്കൾക്ക്, അത് കുട്ടികൾക്ക്, കുട്ടികളില്ലായിരുന്ന കുട്ടികൾ ഉണ്ടാകാനുള്ള അവസ്ഥകൾ, കുഞ്ഞുങ്ങൾക്കായാലും അഭിവൃദ്ധികളൊക്കെ ഉണ്ടാവും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും പ്രതീക്ഷിച്ചൊരു കൂടുതൽ മാർക്കുകളൊക്കെ കിട്ടുന്ന അവസ്ഥ പറയാം. പശുക്കൾക്ക്, സ്ത്രീകൾക്ക് ഒക്കെ നമുക്ക് നല്ലതായിട്ട് പറയാം. ഇപ്പോൾ സ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പിന്നീട് അതിൽ വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രാജാക്കന്മാർ തമ്മിൽ, അല്ലെ ഭരിക്കുന്നവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസ്ഥകൾ പറയാം. പിന്നെ ശനി മീനത്തിലാകയാൽ പ്രജകൾക്ക് ക്ഷേമമാണ് ഫലമായിട്ട് പറയാൻ പറ്റുന്നത്. ചൈത്രമാസാരംഭം ഞായറാഴ്ച ആകയാൽ ആദ്യം വർഷക്കുറവും പിന്നീട് ചില ദിക്കുകൾ വർഷഗുണവും ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം. മേട സംക്രമ സമയം ഭൂമി ഭൂതമാകയാൽ സകല സാധനങ്ങൾക്കും ഒരു ചെറിയ വിലക്കയറ്റം ഉണ്ടാവുമെങ്കിലും നമുക്ക് സമൃദ്ധിയാണ് ഫലമായിട്ട് പറയുന്നത്. നമുക്കിതിൽ കൊലവർഷം 1200-ാം ആണ്ട് മേടം മുതൽ ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ വിഷു ഫലമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിൽ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ചിത്തിര, ചോതി, വിശാഖം ആദിശൂലത്തിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. ഇവർക്ക് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ധനനാശം ഉണ്ടാവാൻ, ധനക്ലേശത ഉണ്ടാവാൻ, ഒരു കാര്യങ്ങൾക്ക് മാറ്റിവെച്ച ധനം അതിന് ഉപകരിക്കത്തുമില്ല, പിന്നീട് കടം കൂടെ വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥ. 1 രൂപ കിട്ടിയ 9 രൂപയുടെ ചെലവുകൾ ഉണ്ടാവും. വരവ് കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ. രോഗാപത്തുകൾ, ചില അവസ്ഥയിൽ വ്യയം ഉണ്ടാകുന്ന അവസ്ഥകൾ. അതുപോലെ വാക്ക് തർക്കങ്ങളിൽ ചെന്ന് കഴിവതും പെടാതിരിക്കുക. അതുപോലെ നമ്മൾ എവിടെങ്കിലും ആരെയും ഉപദ്രവിക്കാതെ മാറി നിന്നാലും വഴിയെ കൂടെ പോകുന്ന പോലെ നമ്മളിലേക്ക് വരുന്ന അവസ്ഥകൾ നമുക്ക് ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം ആദ്യ ഷുക്കത്തിൽ ജനിച്ചാണ് ഈ നക്ഷത്രക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വ അഭിഷ്ട സിദ്ധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ കൂടെ നിൽക്കുന്നവരെ പോലും കൈപിടിച്ച് കാര്യത്തൊക്കെ ഇതിലുള്ള ഉയർച്ചകൾ ഉണ്ടാവും. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ മുഖേനയൊക്കെ വലിയ രീതിയിലുള്ള ആപത്തുകൾ ഇതിനൊക്കെ തരണം ചെയ്തു പോകാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. സത്കീർത്തി ഉണ്ടാകുന്ന അവസ്ഥകൾ, ബഹുമതികൾ, പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന അവസ്ഥ, സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന അവസ്ഥകൾ ഇവർക്ക് പറയാവുന്നതാണ്. അതുപോലെ നമുക്ക് അവിട്ടം, ചതയം, പൂരുട്ടാതി ഒരു മധ്യശൂലമാണ്. മധ്യശൂലത്തിൽ ജനിച്ചവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾ മുഖേന എന്തെങ്കിലുമൊക്കെ ചിത്തപ്പേരുകൾ കേൾക്കുക, ബന്ധുക്കൾക്ക് നാശം ഉണ്ടാവുക, ബന്ധുക്കളുമായിട്ട് കലഹത, കേസ്, വഴക്കുകളിൽ പെടേണ്ടി വരുന്ന അവസ്ഥകൾ പറയാം. സ്വജന വിരോധം, അപമാനം, മനക്ലേശം എന്നിവയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് വെച്ചാൽ പേടിച്ചിരിക്കാൻ വേണ്ടിയല്ല, ഇതൊക്കെ ഒഴിഞ്ഞു പോവുക, അതിനെ നമ്മൾ തരണം ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഇതിനുള്ള പരിഹാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി മധ്യഷുഖത്തിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷാൽ വസ്ത്ര ആഭരണാദികളും ലഭിക്കുന്ന അവസ്ഥകൾ നമുക്ക് പറയാം. വിശേഷമുള്ള ആഹാരങ്ങൾ ലഭിക്കുന്ന അവസ്ഥകൾ പറയാം. നല്ല ഉന്നതരുമായിട്ട് സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുക, ധാരാളം രാജ്യങ്ങളിൽ യാത്രകൾ ചെയ്യുന്ന അവസ്ഥകൾ നമുക്ക് പറയാം. അന്യദേശത്തു നിന്നുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വിദേശ നിർമ്മിത വസ്തുക്കളൊക്കെ ലഭിക്കുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് പറയാം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇവർക്ക് പറയാനുണ്ട്. അടുത്തത് മകയിരം, തിരുവാതിര, പുണർതം അന്ത്യശൂലത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പശു, പക്ഷി, ആയുധങ്ങൾ, കള്ളന്മാർ, വിഷം, ശത്രുക്കൾ ഇവയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ പറയാം. രോഗ ആപത്തുകൾ, പ്രത്യേകിച്ച് ഇവർ നിസ്സാരവൽക്കരിക്കുന്ന രോഗങ്ങൾ ഇവർക്ക് വലിയ ഇതിൻ്റെ ആപത്തായിട്ട് വരുന്ന അവസ്ഥകൾ പറയാം. അതുപോലെ നമുക്ക് ഈ മരണഭയം, നമുക്ക് ചെറിയ ദുഃഖങ്ങൾ ഉണ്ടാകും, പങ്കാളിയിൽ നിന്ന് ദുഃഖങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ പറയാവുന്നതാണ്. അതുപോലെ നമുക്ക് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം ഇങ്ങനെയുള്ള നക്ഷത്രക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യഷുഖത്തിൽപ്പെടുന്ന നക്ഷത്രക്കാരാണ്. ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളിൽ നേതൃത്വം ഉണ്ടാവുക, ഒരു പ്രസ്ഥാനത്ത് അനേകകാലമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് നേതൃസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ കയറി പറ്റാനുള്ള അവസ്ഥകൾ,
അതിൽ നിന്ന് നമുക്ക് അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ നമുക്ക് പറയാം. പേരും പ്രശസ്തി ഒക്കെ ഉണ്ടാവാം. മേലധികാരികളുടെയൊക്കെ പ്രീതി ഉണ്ടാവാം. അത് മുഖേന ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം, സ്ഥാനക്കയറ്റം ഒക്കെ ഇവർക്കുണ്ടാവും. അധികാരപ്രാപ്തി, എന്തെങ്കിലും നല്ല അധികാര സ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥകൾ പറയാം. സൈഡ് ബിസിനസ്സുകളൊന്നും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സൈഡ് ബിസിനസ് തുടങ്ങുക, അതിൽ നിന്ന് വിജയം ഉണ്ടാവുക. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കാണ് സർക്കാർ ജോലി, കേന്ദ്ര സർക്കാർ ജോലിയെ കിട്ടാനുള്ള സാധ്യത പറയാം. അപ്പോൾ നമുക്ക് പട്ടാളം, പോലീസ് അങ്ങനെയുള്ള മേഖലയൊക്കെ ജോലി ചെയ്യുന്നവർക്കായാലും അഭിവൃദ്ധിയുടെ ഒരു സമയമായിട്ട് പറയാനുണ്ട്. നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു മംഗളകാര്യത്തിനൊക്കെ വന്നു പോകാനുള്ളൊരു അവസ്ഥയൊക്കെ ഇവർക്ക് പറയുന്നുണ്ട്. സുഖവും സമാധാനവും സ്വസ്ഥതയൊക്കെ ലഭിക്കുന്ന വർഷമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ്. ഇനി ദേവതാ ഫലങ്ങളാണ് നമുക്ക് പറയുന്നത്. അശ്വതി, രോഹിണി, പുണർതം, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുരുട്ടാതി എന്ന നക്ഷത്രപ്പെട്ടവർക്ക് വിഷ്ണു ഭഗവാനാണ് ദേവത. ഇവർ വിഷ്ണു ഭഗവാനെ കൂടുതലായിട്ട് പ്രീതിപ്പെടുത്തേണ്ട ഒരു അവസ്ഥയായിട്ട് പറയുന്നുണ്ട്. അടുത്ത് ഭരണി, മകയിരം, പൂയം, പൂരം, അത്തം, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ശിവനാണ് ദേവത. ഇവർ മഹാദേവനെ നല്ലോണം പ്രീതിപ്പെടുത്തുക, പ്രദോഷവ്രതം അനുഷ്ഠിക്കുക, പറ്റാവുന്ന ശനിയാഴ്ചയൊക്കെ ശിവക്ഷേത്രത്തിൽ പോകേണ്ട അവസ്ഥകൾ, നിത്യം നമശിവായ ജപിക്കേണ്ട അവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. അടുത്തത് കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, തൃക്കേട്ട, ഉത്രാടം, ചതയം, രേവതി നക്ഷത്രക്കാർക്ക് ബ്രഹ്മാവാണ് ദേവത. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കുറച്ച് ഗുണങ്ങൾ ഏറെ നിൽക്കുന്ന അവസ്ഥയും പറയാം. ഇവര് അരയാലിന് പേരാലിനൊക്കെ പ്രദർശനം വെക്കുന്നത്, നിത്യം 1-3 നാരായണായ മന്ത്രം അഷ്ടാക്ഷരം ജപിക്കുന്നത്, അമ്മേ നാരായണ, ദേവി ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ നിത്യം ഒരു 36 തവണ കുറയാതെ ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒരു ബ്രഹ്മദേവനെ രാവിലെ എണീറ്റ് കുളിച്ച് നിത്യം പ്രാർത്ഥിക്കുന്നത്, ഓം ബ്രഹ്മദേവായ നമ 108 പ്രാവശ്യം ജപിക്കുന്നത് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ്. നമുക്ക് ഈ ഒരു വിഷു നമുക്ക് 20 നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെ ബാധിക്കുന്നു, എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പക്റ്റിടാവുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കട്ടെ എന്നും ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ എന്നും, അതുപോലെ നമുക്ക് അഭിവൃദ്ധികൾ ഉണ്ടാവുന്നതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പ്രാർത്ഥിക്കേണ്ടത് ശൈവ, വൈഷ്ണവ, ശാക്തേയ കുടുംബ കുലദേവതാമൂർത്തികളെയാണ്. ശിവന്റെ ഭൂതഗണങ്ങളെ ഒക്കെ പ്രാർത്ഥിക്കാം. വൈഷ്ണവ വെച്ചാൽ വിഷ്ണുവിൻ്റെ ഭൂതഗണങ്ങളെ പ്രാർത്ഥിക്കാം. ശക്തി വെച്ചാൽ ദേവിയുടെ ഭൂതഗണങ്ങളെ, ദേവിയുടെ അവതാരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ കുടുംബപരദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ദേശദേവത ഇവരെയൊക്കെ നമുക്ക് പ്രീതിപ്പെടുത്താവുന്നതാണ്. വിഷുവിന് നമ്മൾ പൊതുവേ പറയുമ്പം നമുക്ക് കൃഷ്ണസ്വാമിയാണ് കണി കാണുന്നത് എങ്കിൽ പോലും നമുക്ക് അന്നേ ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതും ശിവക്ഷേത്രത്തിൽ പോകുന്നതും ദേവീക്ഷേത്രത്തിൽ പോകുന്നതും ഒരു ദിവസം ഈ 3 ക്ഷേത്രത്തിൽ പോകുന്നതും അത് വളരെ വിശേഷമാണ്. ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന കാണിക്ക, അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന നമ്മൾ കാണിക്കയിട്ട ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു ധനമുണ്ട്, അത് കഴിഞ്ഞിട്ട് വിഷുക്കൈനീട്ടം എന്ന് പറയാം. വിഷുക്കൈനീട്ടം നമുക്ക് ഒരു വർഷം വീട്ടിൽ കൊണ്ട് പൂജാമുറി വെക്കുന്നത് വളരെ വിശേഷമാണ്. നമുക്ക് അഭിവൃദ്ധിക്കൊക്കെ അത് വളരെ സഹായകമായിട്ട് വരും. അപ്പോൾ ഈ ഒരു വിഷു 2025 വിഷു എല്ലാവർക്കും ഒരുപോലെ ഈ ഒരു വർഷക്കാലം, അടുത്ത വിഷു 2026 വിഷു വരെ, 2026 മേടമാസം 1-ാം തീയതി വിഷു വരെ നമുക്ക് എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവട്ടെ, ദുർഫലങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ശിവഭജനം, വിഷ്ണു ഭജനം, ദേവി ഭജനം ഒക്കെ നടത്തി മുന്നോട്ട് പോവുക. മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് വിഷുവിൻ്റെ, അതായത് മേടവിഷുവിൻ്റെ ദുർഫലങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഏറ്റവും കൂടുതൽ സഹായകമാണ്. ഈ വിഷു ദിവസം നമുക്ക് അണിയെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ക്ഷേത്രത്തിൽ പോയി മുങ്ങിക്കുളിച്ച് തൊഴുത്, ഒരു നേരത്തെങ്കിലും പൂജ കണ്ട് തൊഴുത് ഭഗവാന് ശക്തി വെക്കുന്ന വഴിപാട് നടത്തി പ്രാർത്ഥിച്ച് നമസ്കരിച്ച് തിരിച്ചു പോരുന്നത് വളരെ വിശേഷമാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.